അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു വലിയ സംഭവം കിനാവിൽ ദർശിക്കുകയാണ്. ഖബറാളികളെല്ലാവരും ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. ആ മൈതാനത്തിൽ നിന്ന് ഓരോരുത്തരും പെറുക്കിയെടുക്കുന്നു. അതിൽ ഒരാൾ മാത്രം അതാ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാതെ മാറി നിൽക്കുന്നു. ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ ഇറങ്ങാതിരിക്കുന്ന, അവരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആ സഹോദരന്റെ സമീപത്ത് എന്ന് ചോദിക്കുകയാണ്, ഈ മൈതാനത്തേക്ക് ഈ ഖബറാളികളൊക്കെ ഇറങ്ങിയിട്ട് എന്താണ് അവര് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, അവരുടെ മക്കളല്ല, അവരുടെ വാപ്പയും ഉമ്മയുമല്ല, ലോകത്തുള്ള വിശ്വാസിനികള് മുഅ്മിനീങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാ ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്തിട്ട് എന്ന് നിയ്യത്താക്കിയിട്ട് അവര് ഓതുന്ന ഫാത്തിഹകളാണ്, അവര് ഓതുന്ന യാസീൻ സൂറത്തുകളാണ്, അവര് പാരായണം നടത്തുന്ന മറ്റ് സൂറത്തുകളാണ്. അവർക്ക് വേണ്ടി അവരുടെ ബന്ധപ്പെട്ടവർ ആരും ഒന്നും ചെയ്യാനില്ല. ലോകത്തുള്ള മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി അവർ ഓതിയിട്ട് ഹദിയ ചെയ്തിരിക്കുന്നതിന്റെ പ്രതിഫലമാണ് ഇവർ ഈ ഗ്രൗണ്ടിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്നു മുബാറക് തങ്ങൾ ചോദിച്ചു, എന്നാൽ എന്താ നിങ്ങൾ അതിന് പോകാതെ മാറി നിൽക്കുന്നു? നിങ്ങളും ഈ ഖബറാളികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഖബറാളിയല്ലേ? നിങ്ങളും ഖബറിൽ കിടക്കുന്ന ബർസഖി ജീവിതം നയിക്കുന്ന ആളല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഖബറാളികളെ കൂടെ നിങ്ങൾ ഇറങ്ങാതിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആ മനുഷ്യന്റെ മറുപടി, എനിക്ക് ഇവരെ പോലെ ഇത് ശേഖരിക്കേണ്ട ആവശ്യമില്ല. ഇന്നാലിന്ന അങ്ങാടിയിൽ ഒരു പലഹാര കച്ചവടം നടത്തുന്ന, ബേക്കറി കച്ചവടം നടത്തുന്ന എനിക്കൊരു മകനുണ്ട്. ആ മകൻ ഖുർആൻ ഹാഫിളാണ്, ഖുർആൻ മനപ്പാഠമാക്കിയ മോനാണ്. അവൻ ബിസിനസിന്റെ തിരക്കുകൾക്കിടയിലും അവൻ ഇങ്ങനെ ഖുർആൻ പാരായണം നടത്തുന്നുണ്ട്. മരിച്ച് ഖബറിൽ കിടക്കുന്ന എനിക്ക് വേണ്ടി അവൻ ഓതുന്ന ഖുർആനിന്റെ പ്രതിഫലം ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ എമ്പാടും മതിയല്ലോ. സുബ്ഹാനല്ലാഹ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. കിനാവിൽ ആ ചെറുപ്പക്കാരന്റെ ബാപ്പ പറഞ്ഞു കൊടുത്ത അങ്ങാടിയിൽ ചെല്ലുകയാണ്. അവിടെയുള്ള ബേക്കറി കച്ചവടത്തിലേക്ക് അതാ കയറി ചെല്ലുകയാണ്. ആ കടയിൽ നിരീക്ഷിക്കുന്നു ആരാണ് ഇപ്പോൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നല്ലൊരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനുണ്ട്. അതാ അവൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ ബിസിനസിന്റെ തിരക്കുകൾക്കിടയിലും അവന്റെ ചുണ്ടിങ്ങനെ ചലിക്കുന്നുണ്ട്, അവന്റെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ചെന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, എന്താ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ രണ്ട് അതരങ്ങൾ ഇങ്ങനെ അനങ്ങുന്നുണ്ടല്ലോ, എന്താണ് നീ ചൊല്ലുന്നത് മോനെ? ആ ചെറുപ്പക്കാരന്റെ മറുപടി, മാതബി, എന്റെ പ്രിയപ്പെട്ട പിതാവ് മരിച്ച ഖബറിലാണ്. എന്റെ ബാപ്പാന്റെ ഖബറിൽ വെളിച്ചം കിട്ടാന്, എന്റെ പിതാവിന്റെ ബർസഖി ജീവിതത്തിൽ സന്തോഷം ലഭിക്കാന് മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ ഞാൻ ഖുർആൻ ഓതുകയാണ്. ഞാൻ ഖുർആൻ മനപ്പാഠമാക്കിയ മോനാ. ബാപ്പ
ജീവിച്ചിരിപ്പുള്ളപ്പോ എന്നെ ഖുർആൻ മനപ്പാഠമാക്കാനാ പറഞ്ഞയച്ചത്. ഒരു ഹാഫിളാക്കിയിട്ട് എന്നെ വളർത്തിയതുകൊണ്ട് എന്റെ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ ഞാൻ ഏത് സമയത്തും ഖുർആൻ ഓതുകയാണ്. മോനെ, നിന്റെ ബാപ്പാന്റെ ഖബറിലേക്ക് നിലക്കാത്ത പ്രതിഫലങ്ങളുടെ പ്രവാഹമായി നിന്റെ ഖുർആൻ പാരായണം എത്തുന്നുണ്ട്. നിന്റെ ബാപ്പാനെ കിനാബില് ഞാൻ ദർശിച്ചിട്ടുണ്ട്. ഇബ്നു മുബാറക് റളിയല്ലാഹു തആല തങ്ങൾ ഇത് പറഞ്ഞിട്ട് തിരിച്ചു പോരുകയാ. ഓരോ ദിവസങ്ങളും കഴിഞ്ഞുപോയി. ഒരുപാട് ദിനരാത്രികൾ കഴിഞ്ഞു പോയപ്പോൾ വീണ്ടും ഖബറാളികളെ കിനാവില് കാണുകയാണ്. മഹാന്മാരുടെ കിനാവ് നിസാരവൽക്കരിക്കാൻ പാടുള്ളതല്ല. മഹാന്മാരുടെ കിനാവുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ചില മുന്നറിയിപ്പുകളാണ്. അവർക്ക് റബ്ബ് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ചില്ലറക്കാരനല്ല. മഹാനവർകൾ വലിയ പണ്ഡിതനാണ്, സൂഫിയാണ്, ഔലിയാക്കളിൽ പെട്ട മഹാനാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകളെ പോലെയുള്ള ശിഷ്യന്മാരുള്ള വലിയ ഗുരുവര്യരാണ്. വീണ്ടും ഒരു കിനാവ് കാണുകയാണ്. ഖബറാളികളെല്ലാവരും ഒരു വലിയ മൈതാനത്തേക്ക് ഇറങ്ങിയിട്ട് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് പാരായണം നടത്തിയിട്ട് ഹദിയ ചെയ്യുന്ന ഖുർആനിന്റെ പ്രതിഫലം അവര് വാരിക്കൂട്ടുന്നു, അവരിങ്ങനെ ശേഖരിക്കുന്നു. ആദ്യം കണ്ട കിനാവിൽ അവരിൽ നിന്ന് മാറി നിന്ന ആ ഹാഫിളായ ചെറുപ്പക്കാരന്റെ മകന്റെ വാപ്പയും അതാ ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ മോന്റെ പിതാവും മൈതാനത്ത് നിന്ന് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇബ്നു മുബാറക് തങ്ങൾ ആ പിതാവിനെ കണ്ട് അന്വേഷിക്കുകയാ. നിങ്ങളല്ലേ കഴിഞ്ഞ തവണ ഇവരെ കൂടെ ഇറങ്ങാതിരുന്നത്? നിങ്ങളല്ലേ നിങ്ങളെ മോന്റെ ഖുർആൻ പാരായണം കൊണ്ട് ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം എനിക്ക് ശേഖരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു മാറി നിന്നത്? പിന്നെ എന്തേ ഇപ്പം നിങ്ങൾ ഈ മൈതാനത്തേക്ക് ഇറങ്ങിയത്? എന്തിനാ ഇപ്പോ ഈ ഖബറാളികളെ കൂടെ നിങ്ങളും ഇറങ്ങിയത്? മാത്ത ഇബ്നീ, ഓ ഇബ്നു മുബാറക് തങ്ങളെ, എന്റെ ഹാഫിളായ മോന്, എന്റെ ഖബറില് വെളിച്ചം കിട്ടാൻ എല്ലാ ദിവസങ്ങളിലും ഖുർആൻ ഓതിയിരുന്ന മോന്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരിച്ചിരിക്കുന്നു. എന്റെ മകന് മരിച്ചപ്പോ ഇപ്പൊ ആ ഖുർആൻ പാരായണം കിട്ടുന്നില്ല. ഈമാനുള്ള ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറേ റമളാനിൽ നിന്ന് നമ്മൾ ഓതുന്ന യാസീൻ സൂറത്തുകള് മരിച്ചു ഖബറിൽ കിടക്കുന്ന ബാപ്പൻക്ക് ലഭിക്കുകയാണ്. മരിച്ചു ഖബറിൽ കിടക്കുന്ന ഉമ്മാന്റെ ഖബറിടത്തിൽ വെളിച്ചം കിട്ടുകയാണ്. അതുകൊണ്ട് എല്ലാ മരിച്ചുപോയ ബാപ്പമാരെ മക്കളും മരിച്ചുപോയ ഉമ്മമാരെ മക്കളും ഈ നൂറേ റമളാനിൽ സ്ഥിരമായി പങ്കെടുത്ത് പവിത്രമായ റമളാനുകളിലെ ഓരോ പ്രഭാതങ്ങളിലും നമുക്കൊരു യാസീൻ ഓതാം. അല്ലാഹു ഖബൂൽ നൽകട്ടെ. ഖബറാളികളുടെ അവസ്ഥ എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ല ശക്തമായ ഒഴുക്കുള്ള വെള്ളത്തിൽ കുടുങ്ങിയവരെ പോലെയാണ്. അതാ ഒഴുക്കുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ആളുകള് ഒരു പിടിവള്ളി കിട്ടിയാൽ അതിൽ നിന്ന് പിടിച്ച് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന ചിന്തയിലല്ലേ അവരെ പോലെയാണ് ഖബറിൽ കിടക്കുന്നവര് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട മോനെ, എന്റെ മജ്ലിസിൽ നിന്ന് എന്റെ ഖബറിലേക്ക് വല്ലതും ദുആ ചെയ്യുന്നുണ്ടോ? എനിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട മക്കള് ഖുർആൻ ഓതുന്നുണ്ടോ? ആ
ഖുർആനിന്റെ പ്രതിഫലം കിട്ടിയാൽ എനിക്ക് ഇവിടെ മോചനം ലഭിക്കുമായിരുന്നല്ലോ എന്ന ഒരു വലിയ ചിന്തയിലാണ്, ആശങ്കയിലാണ്, പ്രതീക്ഷയുടെ മുൾമുനയിലാണ് ഖബറാളികളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതിയിരിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.